അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കള്ളമൊന്നും പുറത്തു വരില്ലായിരുന്നല്ലോ KS അരുൺകുമാർ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മളത് സമ്മതിച്ചു പോവുക തന്നെ വേണം. ആ വീഴ്ചയെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ഈ ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയാണ് നമ്മൾ എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? ഈ സ്വർണം കിട്ടിയിട്ടില്ല, സ്വർണം ഈ തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായും വസ്തുതാപരമായും നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റിയിട്ടില്ല. 2019 ദേവസ്വം ബോർഡിന് പറ്റിയില്ല, വാസുവിൻ്റെ നേതൃത്വത്തിൽ വന്ന ദേവസ്വം ബോർഡിന് പറ്റിയില്ല, അഡ്വക്കേറ്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ദേവസ്വം ബോർഡിനും പറ്റിയില്ല. അങ്ങയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഉത്തരം നൽകുന്നത്. അങ്ങേക്ക് അറിയാവുന്നതാണ് കൃത്യമായി ഈ ഒരു സംഭവം ഇപ്പൊ ഹൈക്കോടതി നേരിട്ട് ശബരിമലയിൽ വന്ന് പരിശോധിച്ച് കണ്ടെത്തിയതല്ലല്ലോ. ഇവിടെ താങ്ങുപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു നുണ പ്രസ്താവന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യാജ വാർത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ഹൈക്കോടതി അതിൽ കൃത്യമായി ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ദേവസ്വം വിജിലൻസ് തന്നെയാണ് 2019 മുതലുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് വസ്തുത കൊണ്ടുവന്നത്. കാരണം ആദ്യം ഇങ്ങനെയൊരു വിവാദം, ഒരു നുണപ്രസ്താവന ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെങ്കിലും 2019 മുതലുള്ള സാഹചര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈമാറിയത് കൃത്യമായി ദേവസ്വം ബോർഡ് തന്നെയാണ്, ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തന്നെയാണ്. അത് പരിശോധിച്ചിട്ടാണ് ഇതിൽ അനോമലികൾ ഉണ്ടല്ലോ എന്ന് കോടതി കണ്ടെത്തുകയും ഉത്തരവായിട്ട് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്ന് ശബരിമല ദേവസ്വത്തിലെ ശ്രീകോവിലിന്റെ ഇരുഭാഗങ്ങളിലും സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പതിച്ച ചെമ്പുതകടുകൾ 7/9/2025 അനധികൃതമായി ഇളക്കി മാറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതിനെ തുടർന്ന് എന്നാണ്. അപ്പോൾ അനധികൃതമായി ഇളക്കി മാറ്റി എന്നുള്ളത് വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. അതാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല. അനധികൃതമായി ഇളക്കി മാറ്റി. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പ്രയർ സാങ്ഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ഈസ് ഹൈലി നെസസറി ഫോർ ടേക്കിംഗ് എനി ആക്ഷൻ. സ്വമേധയാ ഈ കേസിൽ ഇടപെടുകയായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് ഇടപെട്ടു. ഇപ്പോൾ ഈ കള്ളം പുറത്തു വരുമ്പോൾ, ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇതാ ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വമാണുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ മാന്യതയാണുള്ളത്? അവിടെ തള്ളിപ്പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ 2019 ദേവസ്വം ബോർഡിനെ, പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീഴ്ചകൾ ഓരോരോ വീഴ്ചകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെയും രാഷ്ട്രീയ നേതൃത്വം ആ ദേവസ്വം ബോർഡിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇപ്പൊ 2019 ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങൾ അതിനെ ഇത്ര വില കുറച്ച് കാണരുത്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പോലും അല്ലെങ്കിൽ ഒരു ബോർഡിനെ പോലും സംരക്ഷിക്കേണ്ടതില്ല. അല്ല, ഒറ്റ മിനിറ്റ്. അല്ല, ഞാൻ ഹൈക്കോടതിയെ ആരും വില കുറച്ച് കാണുന്നില്ലല്ലോ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബെഞ്ച് തന്നെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും ഹൈക്കോടതിയാണ്. നമുക്കറിയാം, മറ്റ് ചില നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡേറ്റാസും ഇങ്ങനെ പറയാൻ കഴിയില്ല. കാരണം 17ാമത്തെ പാരഗ്രാഫ് അവസാനത്തെ ഉത്തരവിൽ താങ്കളും വായിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സത്യം കണ്ടെത്തുക, ഏത് ഉദ്യോഗസ്ഥന്മാരാണ് വീഴ്ച വരുത്തിയത്. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതിപ്പോ അന്നത്തെ ദേവസ്വം ബോർഡാണോ ഇന്നത്തെ ദേവസ്വം ബോർഡാണോ? കൃത്യമായിട്ടുള്ള നടപടി എടുക്കും. ആ നടപടി എടുക്കാനുള്ള ഇച്ഛാശക്തിയും കരുത്തും തന്നെയാണ്. Debate with Dr. Arun Kumar.